ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നസ്നിമിയാസ്. അപ്പോൾ കുറേ ആയില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നോർമലി എൻ്റെ ഒരു ഡേ എന്ന് പറയണത് ഇങ്ങനെയല്ല കേട്ടോ. വീഡിയോ എടുക്കണോണ്ട് കുറച്ചൊരു മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതാ കുഞ്ഞിപ്പെണ്ണ് വന്നേ പിന്നെ പപ്പയും മോളും താഴത്തായിട്ടൊക്കെ എടുക്കുന്നത്. ഞാൻ എണീറ്റ് അപ്പം തന്നെ അതാ ചെറുത് കണ്ണും തുറന്ന് ഇങ്ങനെ വരട്ടെ. എന്നാൽ നെതാനെ കുറേ നേരം വിളിക്കണട്ടെ എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണം കണ്ടിട്ട് നെതാപ്പി വിളിച്ചപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കണ്ണുറന്നപ്പോൾ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ ഫോണിൽ ഇത് കണ്ടപ്പോൾ തന്നെ നെതാപ്പി ചാടി എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒട്ടും വയ്യായിട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെയാണ് നെതാപ്പിക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മാലും നെതാപ്പിയൊക്കെ ഒരുമിച്ചാണ് കേട്ടോ എണീക്കണത്. കാക്ക എണീൽ കുറച്ച് നേരത്തെ എണീക്കും കേട്ടോ. ഉമ്മച്ചി രാവിലെ എണീക്കും. അപ്പോൾ അതാ നല്ല വെട്ടവും വെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ റോട്ടിൽ. ഇന്നിപ്പോൾ മഴയുണ്ടോ ഇല്ലേന്നൊക്കെ ഒന്ന് നോക്കണതാണ് കേട്ടോ. മഴയുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും മടിയാണ് കേട്ടോ എണീക്കാനായിട്ട്. സ്കൂളിൽ പോകാൻ വിടാനൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സത്യത്തിൽ എനിക്ക് രാവിലെ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ഡേ ഒന്നും ഇപ്പോൾ എനിക്കില്ല കേട്ടോ. എന്താണ് ഞാൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അതിന് എണീക്കുക, കുളിപ്പിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്കാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉമ്മച്ചി ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി മീൻ മുറിക്കുകയാണ് കേട്ടോ. ചാള വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് മുറിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടോ. കാരണം കുളിപ്പിക്കുക, പല്ലേപ്പിക്കുക, യൂണിഫോം ഇടിക്കുക അതെല്ലാം ചെയ്യുന്നത് ഇക്കാക്കയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വെച്ചിട്ട് കുഞ്ഞിന് ഞാൻ ഇവിടെ കെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ മൊത്ത കണ്ണം മിഴിച്ച് കിടക്കുകയാണ്. അതിന് നിദാനം ഞാൻ വേഗം കുളിപ്പിച്ച് എന്താ ലോഷനൊക്കെ ആക്കി കൊടുക്കാൻ കേട്ടോ. നോർമലി ഇത് കാക്ക ചെയ്യുന്നുണ്ട്. ഉമ്മി എന്ത് കാണിക്കണേ എന്നൊക്കെ ആൾ പറയണേട്ട് ഉമ്മി എന്താ അവൾക്ക് തന്നെ ചിരി പറഞ്ഞിട്ട് കേട്ടോ ഞാൻ ചെയ്യണം കണ്ടിട്ട്. അങ്ങനെ ഇതാ യൂണിഫോമൊക്കെ ഇടിയിക്കുകയാണ് കേട്ടോ നെതാനെ. കുഞ്ഞിപ്പെണ്ണ് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടന്നോളും, രാവിലെ കുഴപ്പമൊന്നുമില്ലാണ്ട് കിടന്നോളും കേട്ടോ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു അപ്പം നെതാടെ കാര്യമൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് അവിടെ കിടന്നോളും. മിക്കാക്ക കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്തു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ട്, തേങ്ങ ചേർന്നാൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി മീൻ നന്നാക്കുന്നുണ്ട്, പിന്നെ അത് അരച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സ്നാക്സ് ഇക്കാക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നെതാ പോണതിന് മുമ്പ് നെതാക്ക് വേണ്ടിയിട്ട് ഇക്കാക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് കുളിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ലാത്തതാണ് ഇക്കാക്ക് വേഗം സ്നാക്സും ലഞ്ചും ഒക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം വന്നിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇക്കാക്കനെ ഒന്നി മാറ്റി ഞാൻ ഇതൊക്കെ വെക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്നാലും ഇക്കാക്ക പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഏതാണ് സ്നാക്സ് ഇതാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ട് നേതാ കഴിക്കാൻ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു വിടുന്നത്. അതിന് കഴിയുന്ന ദോശയാണ് കേട്ടോ. ദോശയും ചമ്മന്തിയാണ് കേട്ടോ. നെതാ ചട്നി എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് കഴിക്കാൻ പോകുന്നത്. അതും വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പം മുടി നന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ മുടി കെട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നെത ആദ്യമായിട്ടാണ് കേട്ടോ ചമ്മന്തി ടേസ്റ്റ് ചെയ്യണത്. അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. അപ്പോൾ കഴിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പേര് പറഞ്ഞ് കഴിപ്പിക്കാമല്ലോ. നെതാടെ വിചാരം നെതാടെ സ്കൂളിലൊക്കെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ കഴിക്കണത്. അപ്പോൾ ഭയങ്കര ഷോയൊക്കെ കാണിക്കാമല്ലോ. അപ്പം അതിൻ്റെ ഇടയിലേക്കൊക്കെ കുഞ്ഞിപ്പെണ്ണിന് എണ്ണയൊക്കെ തേച്ച് കിടത്തിയിട്ടോ. അല്ലെങ്കിൽ ഞാൻ അത് പോയി കഴിഞ്ഞിട്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യൽ. അപ്പോൾ ഇക്കാക്ക് ആ സമയത്ത് കുഞ്ഞിപ്പെണ്ണിന് എണ്ണയൊക്കെ തേച്ച് അതിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാണ് മുടി എനിക്ക് നന്ന മുടി കെട്ടുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നന്ന മുടി ഇങ്ങനെ കെട്ടി ഇങ്ങനെ ആക്കുമ്പോൾ എന്തോ പോലെയാണ്. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ ചോറെടുക്കാണ് കേട്ടോ. ചോറെടുത്ത് വെക്കാന്ന് വെച്ചിട്ട് അത് ആകെ തൈര് മാത്രമാണ് കേട്ടോ കൊണ്ടുപോകുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു പാടെന്ന് പറയണത്. എല്ലാവരും പറയും ഭയങ്കര സുഖമല്ലേ, പക്ഷേ ഇപ്പോഴും ഇങ്ങനെ തൈര് കൊടുത്തു വിടുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടല്ല തോന്നും. പക്ഷേ കൊണ്ടുപോകണ ചോറ് കഴിക്കൂട്ടോ. ആകെ ഒരു ഇച്ചിരി ചോറേനെ കൊടുക്കുന്നുള്ളൂ, പക്ഷെ കൊണ്ടുപോകണ ചോറിനെ ഫുള്ളും കഴിക്കും. തൈരുണ്ടെങ്കിൽ മാത്രം കേട്ടോ എടുക്കുക. എന്നിട്ട് ഈ തൈര് കൊടുത്തെടുത്ത് എനിക്ക് മതിയാകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും. പക്ഷെ അത് കഴിക്കില്ല കേട്ടോ. അത് കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ തൈരും ചോറാകുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡെയിലി കാക്കയുടെ ഒരു ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. എല്ലാം കെട്ടാനൊക്കെ അപ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ കൂടി ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്
അങ്ങനെ ഇതാ ക്രീം തേക്കാൻ വേണ്ടിയിട്ട് വരാനിട്ടുണ്ട്. ഇതാക്ക് നിർബന്ധമാണ് കേട്ടോ. ഇതല്ല ഇത് ഡെയിലി അവൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെയ്യണം നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇതാ ഈ വീഡിയോ ഒക്കെ എടുക്കണത് ഇക്കാക്കയാണ് കേട്ടോ. ഞാനപ്പോൾ എന്താണ് കുഞ്ഞിനെ കുളിപ്പിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കുളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേതാ പോയിന്ന് വിചാരിച്ചിട്ടോ. നേതാ പിന്നെ ഞാൻ കുറേ നോക്കിയപ്പോൾ അവിടെയൊക്കെ ഒന്നും കണ്ടില്ല കേട്ടോ. പപ്പയും മോളും കൂടി റോട്ടിലേക്ക് പോയി. അങ്ങനെ തന്നെ സബാമേഡാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന് യൂസ് ചെയ്യുന്ന നേതാക്കും ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പറയണത് ഉമ്മ പറയണത് അവൾ പോയിട്ടില്ല, പുറത്ത് നിൽക്കണ്ട്, റോട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിനെ ക്യാമറ കൊണ്ട് ഞാൻ ഓടിയിട്ടോ. കുറച്ച് പോണ വീഡിയോസൊക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ കുഞ്ഞിനെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണി എൻ്റെ കയ്യിലുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ തോർത്തിലൊക്കെ പൊതിഞ്ഞ് പിടിച്ചേക്കാണ് കേട്ടോ. അതെന്താണ് യഥാർത്ഥ സ്കൂൾ ബസ്സിൽ കയറിയിട്ട് അവൾ പോയി. പാൻറ്റ് പറയുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്നാക്കിനെ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ 78 പാക്കാണ് കേട്ടോ. സ്മോളാണ്, 550 രൂപയാണ് കേട്ടോ ഇതായുള്ളൂ. എനിക്കിങ്ങനെ ഓഫർ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈനൊന്നുമല്ല കേട്ടോ, ഞങ്ങളിവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സ്നഗ്ഗി ആദ്യമായിട്ടാട്ടോ യൂസ് ചെയ്യാൻ പോണത്. പാമ്പേഴ്സാണ് ഞാൻ നോർമലി കുഞ്ഞിന് യൂസ് ചെയ്യണത്. പക്ഷേ ഇത് ഞാൻ ഇന്നലെ യൂസ് ചെയ്തിട്ട് നല്ലതായിരുന്നു കേട്ടോ. ലീക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. പാമ്പേഴ്സ് പോലെ തന്നെ അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടോ. അപ്പം 550 രൂപക്ക് നല്ല ഓഫറായിരുന്നു കേട്ടോ. കാരണം 78 പാക്ക് ആ റേറ്റിന് കിട്ടാൻ ചാൻസ് ഇല്ല. ഓൺലൈനിലാണെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്താ കുഞ്ഞിനെ ഇതൊക്കെ ആക്കി റെഡിയൊക്കെ ആക്കി തൊട്ടിലൊക്കെ എടുത്ത് കിടത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. റൂമിനെ ചെറുതായിട്ടൊന്ന് ചാരൂട്ടോ, അല്ലെങ്കിൽ എൻ്റെയൊക്കെ തന്നെ ഉച്ചയൊക്കെ കേട്ട് പെണ്ണൊക്കെ എണീക്കും. അപ്പോൾ ഇക്കാക്കിന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒലത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അറിയാമല്ലോ വിചാരിച്ചപ്പോഴത്തേനും ഉമ്മച്ചി അതൊക്കെ അരിഞ്ഞ് കറിയൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ കുഞ്ഞിനെ ഒന്ന് റെഡി ആക്കിയിട്ട് വന്നപ്പോഴത്തേനും ഉമ്മച്ചി അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ ഒലത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അത് ഒലത്താൻ വേണ്ടിയിട്ട് ആക്കി വെച്ച് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ കറി ഇങ്ങനെ തിളക്കാനുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ എടുക്കുന്നതിനിടയിൽ രാവിലെ ഞാൻ പാല് കുടിച്ചില്ല ഗൈസ്. അപ്പോൾ പാല് നന്നായിട്ട് തണുത്ത് പോയി. അപ്പോൾ തണുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ അപ്പോൾ മധുരം ഇടാനാണ് കേട്ടോ പാൽ കുടിക്കുന്നത്. അപ്പോൾ എന്താണ് തണുത്ത വയറിനെ ഞാൻ ഒന്നും കൂടി ചൂടാക്കാമെന്ന് വെച്ചിട്ട് ആ പാത്രത്തിലാക്കി വെച്ചിട്ടോ. അങ്ങനെ ആ ക്യാബേജും ഒലത്താൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്താണ് കറണ്ട് പോയി. അപ്പോൾ എല്ലാ അടുപ്പത്തും ഓരോ സാധനങ്ങൾ കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും കറണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് പാലെടുത്ത് വെച്ചേട്ടോ. കറണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പാൽ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് പറഞ്ഞു ഇപ്പോഴത്തെ തനിയെ ഉണ്ടായി വന്ന കോവൊക്കെ നോക്കലാണ് എൻ്റെ പണി. അപ്പോൾ രാവിലത്തെ എൻ്റെ ആ ഒരു പണി സ്കിപ്പായിപ്പോയിന്ന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇക്കാക്കനെ വലിച്ച് പറിച്ച് കൊണ്ടുവന്നിക്കാനായിട്ട് എൻ്റെ ഒരു വീഡിയോ എടുത്തതായിട്ട് എൻ്റെ കോവക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് പറയാനായിട്ട് എന്തോ കഷ്ടപ്പെട്ട് വളർത്തിയ മാതിരിയാണ്. പക്ഷെ അല്ല, തനിയെ ഉണ്ടായി വന്നതാണല്ലോ. നമ്മുടെ മുറ്റത്തുണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ അതാ ഇക്കാക്ക് ഞാനും വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ വെറുതെ കിടന്ന് ചിരിച്ച് ആകെ കൊളാക്കും കേട്ടോ. നല്ല ടേസ്റ്റ് കക്ക തിന്നാനായിട്ട്. ഇപ്പം നിന്നെ ചിരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്കയുടെ വേണമെന്ന് ചോദിച്ചപ്പോൾ കക്ക അത് വേണ്ടാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എന്താണ് ഞാൻ തിന്നാൻ കക്ക അവിടെ നിന്ന് വിളിക്കണ്ടായിരുന്നു. പക്ഷെ ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചിരി വന്നു. അതിൻ്റെ ഇടയിൽ ആ കോവക്കൊക്കെ നോക്കാൻ പോയ സമയത്ത് എൻ്റെ ക്യാബേജ് ഇവിടെ കരിഞ്ഞു പോയി. മുറ്റത്ത് എന്തോ ഒരു പണിയിലായിരുന്നു കേട്ടോ. പാത്രങ്ങൾ അത് ഇച്ചിരി കഴുകാനുള്ളൂ. പക്ഷെ കഴുകാനുള്ള വെള്ളമില്ല കേട്ടോ. കറണ്ട് ഇല്ല, മോട്ടർ അടിക്കാൻ പറ്റില്ല. ഇന്നെന്തോ പതിവില്ലാത്തവണ് രാവിലെ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാത്രം കഴുകാൻ ഒന്നിനും വെള്ളമില്ല. പിന്നെ കുറേ പേര് ഡെലിവറി കഴിഞ്ഞ ശേഷം എൻ്റെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെയിറ്റൊക്കെ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 75 കേട്ടോ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കുറച്ച് പോയിൻ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നിൽക്കുമല്ലോ. 75 അല്ലെങ്കിൽ നോക്കുമ്പോൾ കേട്ടോ. പിന്നെ അതാ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ദോശ ഇച്ചിരി കരിഞ്ഞതായിട്ട് തോന്നണ്ടാവില്ലേ? തോന്നണമെന്നല്ല, അത് കരിഞ്ഞ് ദോശയാണ് കേട്ടോ. ചെറുതായിട്ട് ദോശ ഒന്ന് കരിഞ്ഞു പോയി. പിന്നെ ഉമ്മച്ചിട്ട് ചോദിച്ച് ഇതെന്താണ് ഉമ്മച്ചി കരിഞ്ഞിരിക്കണം? അപ്പോൾ ഉമ്മച്ചൻ അന്ന് കരിഞ്ഞത് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മനെ വേണ്ടേനി. ഇപ്പം ഞാൻ എടുത്തതല്ലേ, സാരമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിക്കുകയാണ്. ഇക്കാക്ക് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഫോണായിട്ട് ഓടിച്ചു നിർത്താൻ ഇക്കാക്ക് പോയി. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കറണ്ട് പോയിട്ട് എണീറ്റിട്ടോ തൊട്ടിക്ക് എടുത്തിട്ട് ഞാൻ പിന്നെ കട്ടുമ്മ എടുത്ത് കിടത്തിക്കാൻ കേട്ടോ. എൻ്റെ ഫോണാണെങ്കിൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകുന്ന നിലയിലാണ്.